4 മിനിറ്റ് കൊണ്ട് 4 മാർക്ക്. ചോദ്യം പിടിച്ചോളൂ. ഒന്നാമത്തെ ചോദ്യം, ദ ഡൈജഷൻ പ്രോസസ് ഇൻ ദ സെയിം ഇൻ ബോത്ത് ഹൈഡ്ര ആൻഡ് അമീബ. ഹൈഡ്രയിലും അമീബയിലും ഡൈജഷൻ പ്രോസസ്സ് സെയിം ആണ് എന്നാണ് പറയുന്നത്. ദിസ് ഈസ് ദ ആൻസർ ഗിവൺ ബൈ എ സ്റ്റുഡൻറ് ടു ദ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ. ഇതൊരു കുട്ടി, ഒരു പാവപ്പെട്ട കുട്ടി എന്താണ് ആ ഒരു ടീച്ചറിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തതാണ്. ഇവാലുവേറ്റ് ദ സ്റ്റുഡൻസ് റെസ്പോൺസ് ആൻഡ് റെക്കോർഡ് യുവർ ഒപ്പീനിയൻ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു കുട്ടിയുടെ റെസ്പോൺസ് എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം എഴുതി കൊടുക്കാൻ പറ്റൂല. നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള അഭിപ്രായം, അതായത് എന്താണോ ശരി അത് തന്നെ എഴുതി കൊടുക്കണം. അപ്പോൾ ഇവിടെ ശരിക്കും ഈ കുട്ടി പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? അതായത് ഹൈഡ്രയുടെയും അമീബയുടെയും ഡൈജഷൻ സെയിം ആണെന്നാണ് പറയുന്നത്. ആണോ? സെയിം ആണോ? സെയിം ആണ് അല്ലേ? അല്ല, സെയിം അല്ല. അതായത് അമീബയുടെ കേസ്, അമീബ ഒരു പാവപ്പെട്ട ജീവിയാണ്. അമീബയുടെ കേസിൽ എന്ത് സെല്ലുലാർ ഡൈജഷൻ മാത്രമേ നടക്കുന്നുള്ളൂ? ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ, അതായത് കോശാന്തരിക ദഹനം, കോശത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് മാത്രമേ എന്ത് നടക്കുന്നുള്ളൂ? ഡൈജഷൻ നടക്കുന്നുള്ളൂ. പക്ഷേ ഹൈഡ്രന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ബോത്ത് ഇൻട്രാ സെല്ലുലാർ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ. ഹൈഡ്രന്റെ കേസിൽ ഇൻട്രാ സെല്ലുലാർ ഡൈജഷനും നടക്കുന്നുണ്ട്, എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനും നടക്കുന്നുണ്ട്. അതായത് കോശ ആന്തരിക ദഹനവും കോശബാഹ്യ ദഹനവും നടക്കുന്നുണ്ട്. കോശാന്തരിക ദഹനവും കോശബാഹ്യ ദഹനവും നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് രണ്ടും എന്തല്ല? സെയിം അല്ല. ഹൈഡ്രയുടെയും അമീബയുടെയും കേസിലെ ഡൈജഷൻ എന്തല്ല? സെയിം അല്ല. ഹൈഡ്രന്റെ കേസിലാണെങ്കിൽ രണ്ടും നടക്കുന്നുണ്ട്, ഇൻട്രാ സെല്ലുലാറും നടക്കുന്നുണ്ട്, എക്സ്ട്രാ സെല്ലുലാറും നടക്കുന്നുണ്ട്. പക്ഷേ അമീബയുടെ കേസിലാണെങ്കിൽ എന്ത് മാത്രമേ നടക്കുന്നുള്ളൂ? ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ അല്ലെങ്കിൽ കോശാന്തരിക ദഹനം മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് പറയണം? ആ കുട്ടിയുടെ അഭിപ്രായം അല്ലെങ്കിൽ ആ കുട്ടിയുടെ റെസ്പോൺസ് തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റിയെന്ന് ചോദിച്ചാൽ ഈ ഒരു കാര്യം എഴുതി കൊടുക്കണം. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 2 മാർക്കാണ്. സംശയ? ഓക്കെ, അപ്പോൾ നമ്മൾക്കിപ്പോൾ 2 മാർക്ക് കിട്ടി. ഹാപ്പി അല്ലേ? യെസ്. എന്നാൽ അടുത്ത ചോദ്യം, ലിവർ പ്രൊഡ്യൂസസ് ഡാഷ്. ലിവർ എന്തോ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കരൾ എന്തോ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. ആ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം എന്ത് ചെയ്യുന്നു അറിയോ? ഇറ്റ് സ്റ്റോർസ് ഇൻ ഡാഷ്. അതും എന്ത് ചെയ്യുന്നു? ഇത് ഡാഷിൽ സംഭരിക്കുന്നു. അതായത് കരൾ എന്തോ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം എന്ത് ചെയ്യുന്നു? ഡാഷ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സംഭരിച്ചു വെക്കുന്നു. അപ്പോൾ ബുദ്ധി വെച്ച് ചിന്തിക്ക്, എന്തായിരിക്കും കരൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കരൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈൽ. എന്താണ്? ബൈൽ. കരൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? ബൈൽ. അതിന്റെ മലയാളം എന്താണ് സുഹൃത്തുക്കളെ? പിത്തരസം. എന്ത് രസം? പിത്തരസം. പിത്തരസമാണ് കരൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പിത്തരസം അല്ലെങ്കിൽ ബൈൽ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? പിത്തരസം സ്റ്റോർ ചെയ്യുന്നത് പിത്താശയം. എന്താണ്? പിത്താശയം. പിത്താശയം. സിമ്പിൾ ആണ്. പിത്തരസം പിത്താശയത്തിൽ സംഭരിച്ചു വെക്കുന്നു. ബൈൽ എവിടെ സ്റ്റോർ ചെയ്യുന്നു? ഗാൾ ബ്ലാഡർ. എവിടെയാണ്? ഗാൾ ബ്ലാഡർ. പിത്താശയത്തിന്റെ മലയാളം ഇംഗ്ലീഷ് ആണ് എന്ത്? ഗാൾ ബ്ലാഡർ. നിങ്ങൾ ഫുട്ബോളിന്റെ ബ്ലാഡർ ഒക്കെ കേട്ടിട്ടില്ലേ? അതേപോലെ ഇത് വേറൊരു സാധനം. യൂറിനറി ബ്ലാഡർ കേട്ടിട്ടില്ലേ? ഇത് വേറൊരു ബ്ലാഡർ. ഗാൾ ബ്ലാഡറിലാണ് ആര് സ്റ്റോർ ചെയ്യുന്നത്? ബൈലിനെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആൻസർ ചെയ്താൽ നമുക്ക് അര മാർക്ക്, ടോട്ടൽ 3 മാർക്കായി. ഇനി 1 മാർക്കും കൂടി വേണം. ഓക്കെ, അതാ പിടിച്ചോളൂ. ദ സ്പ്ലീൻ, ബോൺ മാരോ ആൻഡ് തൈമസ് ഗ്ലാൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട്. അതായത് സ്പ്ലീന്, ബോൺ മാരോ, തൈമസ് ഇവരെല്ലാവരും കൂടിച്ചേർന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ്, പറഞ്ഞോളൂ, ലിംഫാറ്റിക് സിസ്റ്റം. എന്ത് സിസ്റ്റം? ലിംഫാറ്റിക് സിസ്റ്റം. ആക്ച്വലി ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ആരൊക്കെ ഉണ്ട്? ലിംഫ് ഉണ്ട്, ലിംഫ് നോഡ് ഉണ്ട്, ലിംഫ് വെസൽ ഉണ്ട്. പിന്നെ അവിടെ എന്തുണ്ട്? സ്പ്ലീൻ ഉണ്ട്, ബോൺ മാരോ ഉണ്ട്, തൈമസ് ഗ്ലാൻഡ് ഉണ്ട്. പക്ഷേ ഇവിടെ ലിംഫും ലിംഫ് നോഡ്, ലിംഫ് വെസലിനെ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ലിംഫ് നോഡ്, ലിംഫ് വെസൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പാണ് അത് ലിംഫാറ്റിക് സിസ്റ്റം. കാരണം ലിംഫ് വെസൽ, ലിംഫ് നോഡൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ നോക്കൂ, സ്പ്ലീന്, ബോൺ മാരോ, തൈമസ് ഗ്ലാൻഡ്, സ്പ്ലീന്, അസ്ഥിമജ്ജ, തൈമസ് ഗ്രന്ഥി അവരുൾപ്പെടുന്ന സിസ്റ്റമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടൂല ഇത് ലിംഫാറ്റിക് തന്നെയാണ്, നമുക്കൊരു ഡൗട്ടൊക്കെ വരും. പക്ഷേ ഇവരെന്താണ്? ഇവർ ലിംഫാറ്റിക് സിസ്റ്റം തന്നെയാണ്. ലിംഫാറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ ലിംഫാറ്റിക് വ്യവസ്ഥ. ഓക്കെ, ലിംഫാറ്റിക് വ്യവസ്ഥ അല്ലെങ്കിൽ ലിംഫാറ്റിക് സിസ്റ്റം. അപ്പോൾ ഇതിൽ ആരൊക്കെ ഉണ്ട്? സ്പ്ലീൻ ഉണ്ട്, ബോൺ മാരോ ഉണ്ട്, തൈമസ് ഗ്ലാൻഡ് ഉണ്ട്. പിന്നെ അതുകൂടാതെ ലിംഫ് ഉണ്ട്, ലിംഫ് വെസൽ ഉണ്ട്, ലിംഫ് നോഡ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ 4 മിനിറ്റ് കൊണ്ട് 4 മാർക്ക്. സീ യു സൂൺ. ഗുഡ് ബൈ.